ഭൗമരാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ ഇന്ത്യ ഇന്ന് കരുക്കൾ നീക്കുന്നത് ഒരു ആഗോള വൻ ശക്തിയുടെ തലപ്പൊക്കത്തോടെയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധക്കനലുകളും യുക്രൈൻ പ്രതിസന്ധിയും ലോകത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ശക്തമായ സമിതിയായ സുരക്ഷാ കൗൺസിലിലേക്ക് 2028-29 കാലയളവിലേക്കുള്ള താൽക്കാലിക അംഗത്വത്തിനായി ഇന്ത്യ ഔദ്യോഗികമായി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. G20 ഉച്ചകോടി ഉൾപ്പെടെ വിജയകരമായി നടത്തി ലോകത്തിന്റെ അമരക്കാരനായി മാറിയ ഇന്ത്യക്ക് ഇത്തവണ കാര്യങ്ങൾ എളുപ്പമാണ്. എന്നാൽ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ കഠിനമായ പാഠങ്ങളുള്ള ഒരു ഭൂതകാലമുണ്ട്. ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നയതന്ത്ര രംഗത്ത് പാകിസ്ഥാന്റെ ചതിക്കുഴികൾക്ക് മുന്നിൽ ഇന്ത്യക്ക് തന്ത്രപരമായി ഒരു ചുവട് പിന്നോട്ട് വെക്കേണ്ടി വന്ന കടുത്ത പോരാട്ടത്തിന്റെ കഥ അറിയാം. ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ 1971 ഡിസംബറിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ തറവച്ചിച്ച് ബംഗ്ലാദേശ് രൂപീകരണത്തിന് വഴി തുറന്ന ഇന്ത്യ അക്കാലത്ത് ആഗോളതലത്തിൽ വൻ ജനപ്രീതിയിലായിരുന്നു. സ്വാഭാവികമായും 1975 ഒക്ടോബറിൽ നടന്ന UN താൽക്കാലിക സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇന്ത്യക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. UNലെ ഏഷ്യ പസഫിക് ഗ്രൂപ്പിനുള്ള 2 സീറ്റുകളിൽ ഒന്നിനായി ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നു. തുടക്കത്തിൽ ഫിലിപ്പീൻസും മത്സര രംഗത്തുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ പിന്മാറി. ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എളുപ്പത്തിൽ ജയിച്ചു കയറിയപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം നാടകീയമായി നീണ്ടുപോയി. ഒരു രാജ്യത്തിനും ജയിക്കാൻ ആവശ്യമായ മുന്നിൽ 2 ഭൂരിപക്ഷം ലഭിച്ചില്ല. ഒടുവിൽ 8ാം റൗണ്ട് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീണ്ടപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചേരിതിരിവ് ഒഴിവാക്കാനും നയതന്ത്രപരമായ സൗഹൃദം നിലനിർത്താനും വേണ്ടി ഇന്ത്യ സ്വയം പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് അന്ന് പാകിസ്ഥാൻ ആ സീറ്റ് നേടിയത്. ഇത് ഇന്ത്യയുടെ നയതന്ത്ര പരാജയമായിരുന്നില്ല, മറിച്ച് തന്ത്രപരമായ ഒരു പിൻവാങ്ങൽ മാത്രമായിരുന്നു. 1975 വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമായി ഇന്ത്യ വളരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഇന്ന് 2026 കഥ ആകെ മാറിമറിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ഇന്ത്യ. പ്രതിരോധ രംഗത്തും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ രംഗത്തും ലോകം ഇന്ത്യയെ നോക്കിയാണ് അത്ഭുതപ്പെടുന്നത്. അന്ന് പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്ത പല അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളികളാണ്. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി ആദരിച്ചു കഴിഞ്ഞു. സാമ്പത്തിക തകർച്ചയിലും കടക്കെണിയിലും പെട്ട് ലോകത്തിനു മുന്നിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്ന ഇന്നത്തെ പാകിസ്ഥാന് ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിനു മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ പോലുമാകില്ല. 2028-29 കാലയളവിലേക്കുള്ള താൽക്കാലിക അംഗത്വവും സുരക്ഷാ കൗൺസിലിന്റെ അധ്യക്ഷ പദവിയും ഇന്ത്യക്ക് കേവലം ഒരു തുടക്കം മാത്രമാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ യശസ് ഉയരുമ്പോൾ UN സുരക്ഷാ കൗൺസിലിൽ വീറ്റോ അധികാരമുള്ള സ്ഥിരം അംഗത്വമാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾ ഇതിനകം തന്നെ ഇന്ത്യയുടെ സ്ഥിരം അംഗത്വത്തെ പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. 1975 വോട്ടിംഗ് ചരിത്രത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളും ഇന്ന് കൈവരിച്ച അജയ്യമായ ആഗോള സ്വാധീനവും മുൻനിർത്തി ഇന്ത്യ നടത്തുന്ന ഈ നയതന്ത്ര പടയോട്ടം ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ ഭാരതത്തിന്റെ പുതിയ യുഗപ്പിറവിക്കാണ് സാക്ഷ്യം കുറിക്കുന്നത്.